നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ആശാ വർക്കർമാരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. എല്ലാവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചു കഴിഞ്ഞു. അവർ ഇത്രയും സന്തോഷം, ആനന്ദാതിരേകം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവർക്ക് പുതിയ മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറയുന്ന പുതിയ മുഖ്യമന്ത്രി അവർക്ക് 3000 രൂപ അവരുടെ ഓണറേറിയത്തിൽ വർധനവ് വരുത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഭയങ്കര ഹാപ്പിയായി ജീവിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ആശാ വർക്കർമാർക്ക് ഏകദേശം 3500 എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാർ ഏർപ്പാടാക്കിയിട്ട് അധിക കാലമൊന്നും ആയില്ല, വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതും ഈ പറയുന്ന CITU പോലെയുള്ള ഇടത് സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നും ആവശ്യത്തെ തുടർന്നിട്ടുമാണ് ഈ രീതിയിൽ അവർക്ക് ഈ പറയുന്ന വളരെ തുച്ഛമായ ഇതിൽ നിന്ന് ഒരു 3500 എന്ന് പറയുന്ന കണക്കിലേക്ക് അവർക്ക് ഒരു എന്താ പറയുക ഈ ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഓണറേറിയം എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ആലോചിക്കുക 12000 രൂപ ഓണറേറിയമാണ് ആശാ വർക്കർമാർ മേടിക്കുന്നത്. ഏറെക്കാലമായി നീണ്ടുനിന്ന ഒരു വലിയ സമരത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർ ആനന്ദാതിരേകത്താൽ അവിടെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ പുതിയ മുഖ്യമന്ത്രിയായ VD സതീശന് എന്താ പറയുക അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ആശംസകളുടെ പൂച്ചെണ്ടുകൾ എറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചിട്ടും കേരളത്തിലെ ആശാ വർക്കർമാർക്ക് ആകപ്പാടെ ദുർവിധി തന്നെയായിരുന്നു ശരണം എന്ന് പറയുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ സത്യത്തിൽ അങ്ങനെ ആയിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി 2016 മുതൽ ഈ 2026 വരെയുള്ള 10 വർഷക്കാലത്തേക്ക് ഇവരെ ഒന്നും ചെയ്തിരുന്നില്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണറേറിയം ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി കൊടുത്ത 3000 കൂടി ചേർത്തിട്ട് 12000 എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തിച്ചേരുന്നു. എല്ലാം കൂടെ ചേർത്തിട്ട് 17000 രൂപ അവരുടെ കയ്യിലേക്ക് വരും, ഇൻസെൻറ്റീവും കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട്. അപ്പോൾ ഈ 12000 എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 3000 വരെ കൂട്ടുന്നതിന് മുമ്പ് ഒരു 9000 എന്ന് പറയുന്ന കണക്കുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ സർക്കാർ അവർക്കായി കൂട്ടി നൽകിയ തുക ഏകദേശം ഈ പറയുന്ന 9000 രൂപ തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ 2016 അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന ഇടതു സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓണറേറിയം വെറും 1000 രൂപയായിരുന്നു. അതായത് UDF സർക്കാർ. നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ജനകീയനായ ഒരു സർക്കാർ ഉണ്ടായിരുന്നല്ലോ, ജനകീയനായ ലാളിത്യം തുളുമ്പി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നല്ലോ. ആ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഇവർക്ക് 500 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. 500 രൂപയായിരുന്നു ആശാ വർക്കർമാരുടെ ഓണറേറിയം. ഈ ഓണറേറിയം ഈ 500 എന്നുള്ളത് 1000 ആക്കുന്നതിന് വേണ്ടിയിട്ട്, 1000 ആക്കാൻ വേണ്ടിയിട്ടില്ല, ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഉണ്ടായിരുന്ന VS ശിവകുമാർ എന്ന് പറയുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയി സമരം ചെയ്തിരുന്നു. എന്നിട്ട് ഇത് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടും നക്കാപ്പിച്ച എന്നുള്ള നിലയ്ക്ക് വെറും 500 രൂപ വർദ്ധിപ്പിക്കുക മാത്രമാണ് അന്ന് ഈ ആശാ വർക്കർമാരോട് കാണിച്ചത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ആശാ വർക്കർമാരെന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തുക ഇവിടെ ഓണറേറിയം നൽകിയിട്ടുള്ള സർക്കാർ ആരുടേതാണ് എന്ന് നമ്മൾ ചോദിച്ചു നോക്കിയാൽ മതി. വളരെ കൃത്യമായി അറിയാൻ കഴിയും. ഈ 1000 2016 പിണറായി വിജയൻ അധികാരമേൽക്കുന്ന സമയത്ത് വെറും 1000 ആയിരുന്ന ഈ ഓണറേറിയം ഈ VD സതീശൻ എന്ന് പറയുന്ന പുതിയ മുഖ്യമന്ത്രി 3000 വർദ്ധിപ്പിച്ച് 12000 ആക്കുന്നത് വരെ വർദ്ധിപ്പിച്ച് ഏകദേശം 8000 രൂപയുടെ വർധനവ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടത്തി കൈ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത് ആരെങ്കിലും എവിടെയെങ്കിലും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷേ ആശാമാരെ സംബന്ധിച്ചിടത്തോളം ഈ 3000 രൂപ വർദ്ധിപ്പിച്ചതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ പറയുന്ന 9000 എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തിയതൊന്നും അവരുടെ കണക്കിലേ വരുന്നില്ല. 1000-ൽ നിന്നും 9000-ലേക്ക് എത്തിയ കണക്കൊന്നും അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും അവരുടെ ഇതിലേക്ക് പോലും വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു രസം. സമരം ചെയ്ത് എന്തിനായിരുന്നു പിന്നീട് സമരം ചെയ്തത്? സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടിയിട്ടാണ്. വനിതകളുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കാനും വനിതാ വോട്ടേഴ്സിനെ അല്ലെങ്കിൽ സ്ത്രീ വോട്ടർമാരിലെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ മനഃപൂർവ്വ ശ്രമമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. ഇതൊരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. അതൊരു തന്ത്രത്തിൻ്റെ ഭാഗം വളരെ കൃത്യമായി പറഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 9000 നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഇവർ തെരഞ്ഞെടുപ്പ് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് ഇവർ സമരം ഇരിക്കുന്നത്. ഏകദേശം 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്നൊരു സമരം. ആ സമരം അവർ ആരംഭിക്കുകയും
ആ സമരത്തിൽ അവർക്ക് വിജയം വരെയല്ല, തെരഞ്ഞെടുപ്പ് വരെ സമരം എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് അവർ പോവുകയും ചെയ്തു. എന്നിട്ട് ഇവർ സമരം നടത്തിക്കൊണ്ടേയിരുന്നു. ഈ സമരപന്തലിലേക്ക് ഇടതുപക്ഷ INTUC എന്ന് പറയുന്ന UDFന്റെ മുന്നണി അല്ലെങ്കിൽ അവരുടെ തൊഴിലാളി സംഘടന പങ്കെടുക്കുകയോ അവിടേക്ക് എത്തിത്തിരിഞ്ഞു നോക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം അതേസമയം UDFന്റെ എല്ലാ നേതാക്കന്മാരും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും എന്തിനേറെ പറയുന്നു, ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ആ സമരപന്തലിൽ എത്തിയിരുന്നു. അന്നേ പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥ ആശമാരല്ല അവിടെ സമരം ചെയ്യുന്നത്, ഇത് SUCIക്കാരുടെ സ്പോൺസേഡ് സമരമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും ഒടുവിലത്തെ വജ്രായുധം എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ പറയുന്ന SUCIക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ പേരുപയോഗിച്ചുകൊണ്ട് പല ആശാവർക്കർമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഘടനയോ ഞങ്ങൾ അങ്ങനെ സമരവുമായി ബന്ധപ്പെട്ടിട്ടേയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ കൃത്യമായ ഒരു കൺസോളിഡേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമം തന്നെയായിരുന്നു ഈ SUCI ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സമര പരിപാടി. അതിൽ ഈ പറയുന്ന ഇൻസെൻറ്റീവിനകത്ത് വർധനവ് വരുത്തേണ്ടിയിരിക്കുന്ന കേന്ദ്രം പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അനങ്ങുന്നില്ല. കേന്ദ്രം ഈ 3500 തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. കേന്ദ്രത്തിന് വേണമെങ്കിൽ ഇവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് കേന്ദ്രം അതും ചെയ്തില്ല. പക്ഷേ സുരേഷ് ഗോപി വന്ന് ആ മണിമുറ്റ താമണിപ്പന്തലൊക്കെ പാടി പോവുകയും ചെയ്തു. അതിനുശേഷം ഈ സമരത്തെ ഏറ്റവും അധികം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയത് പ്രതിപക്ഷ നേതാവായ VD സതീശൻ തന്നെയായിരുന്നു. അതിനുവേണ്ട എല്ലാ ഒത്താശയും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അവർക്കുണ്ടായി. എല്ലാ നേതാക്കന്മാരും അവിടേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾ വരെ അവിടെ എത്തിച്ചേരുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇടതുപക്ഷത്തിന് എതിരായി ഒരു പടയൊരുക്കത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സ്പോൺസേഡ് സമരമായി തന്നെ അതിനെ മനസ്സിലാക്കേണ്ടി വരും. അതായത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സമര പരിപാടി, അല്ലാതെ വേറെ യാതൊരു പ്രസക്തിയും പ്രാധാന്യവും അതിനില്ല. കാരണം ഈ കാലയളവിൽ ഇവർ സമരം വരുന്ന കാലയളവിൽ പോലും അവർക്കുള്ള ഓണറേറിയം എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ കയറുമ്പോൾ 1000 ആയിരുന്ന ആ ഓണറേറിയം പിണറായി വിജയൻ അധികാരം ഒഴിയുമ്പോൾ 9000-ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇടത് സർക്കാർ വർധനവ് വരുത്തിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആശമാരുടെ ആവശ്യങ്ങളെ ഇടത് സർക്കാർ കണ്ടില്ല എന്ന് നടിച്ചു എന്ന് പറയാനും കഴിയില്ല. എന്നിട്ടിപ്പോൾ അവർ സ്പോൺസേഡ് ഒരു സമരം എന്നുള്ള നിലയിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ഈ VD സതീശൻ കൂട്ടിയ വെറും 3000 രൂപ മാത്രം, അതും വിജ്ഞാപനം പോലും പുറപ്പെടുവിച്ചിട്ടില്ല, അത് ഒരു ക്യാബിനറ്റ് തീരുമാനം എന്നുള്ള നിലയിൽ മാത്രമായി അവതരിപ്പിച്ചിരിക്കുന്ന കാര്യം മാത്രമാണ് ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കൽ. അതേസമയം ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം 21,000-ലേക്ക് എത്തിക്കുമെന്നായിരുന്നു. ആ 21,000-ലേക്ക് അത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും കൂടേണ്ടിയിരിക്കുന്നു 9,000 രൂപ എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അതായത് വരുന്ന 5 വർഷം കൊണ്ട് ആശമാർക്ക് വേണ്ടിയിട്ട് 9,000 രൂപയുടെ വർധനവാണ് UDF സർക്കാർ വരുത്തേണ്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നടത്തേണ്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്കിൽ മാത്രമേ ആശമാർക്ക് ഈ പറയുന്ന 21,000 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് വരികയുള്ളൂ. പിന്നെ അവരെ ഒരു തൊഴിൽ നിയമം അനുസരിച്ച് അവരെ തൊഴിലാളികളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരാണ് അതിൽ നടപടിയെടുക്കേണ്ടത്. അപ്പം ഈ രീതിയിൽ ചില കാര്യങ്ങൾ കൂടി ഇവിടെ നടന്നു വരുന്നുണ്ട്. അപ്പം ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇടതുപക്ഷ സർക്കാർ ഒരിക്കൽ പോലും ആശമാരുടെ പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് കേട്ടില്ല എന്ന് കരുതിയിട്ടില്ല. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇത് ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സമരമായതുകൊണ്ട് തന്നെ ആ സമരത്തിന് ഈ പറഞ്ഞിരിക്കുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ വസ്തുതയായിട്ടുണ്ട്. അപ്പോൾ ആ സമരത്തിന് ആരാണോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവർ കൊടുത്ത പ്രതിഫലമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇനി 9,000 രൂപ ഇനി ഏത് സമയത്ത് എപ്പോഴൊക്കെ ഏത് കാലത്തൊക്കെ വർദ്ധിപ്പിക്കും? അപ്പോൾ ഇതിനു വേണ്ടി പദ്ധതി നീക്കി വെക്കേണ്ടതുണ്ട്, പദ്ധതി വിഹിതം മാറ്റി വെക്കേണ്ട കാര്യങ്ങളുണ്ട് അവർക്ക് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട്. ഈ പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവെന്ന് VD സതീശൻ നാഴിക 40 നമ്മുടെ മുഖ്യമന്ത്രി പറയുമായിരുന്നല്ലോ, അല്ല അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത്. ഈ പറയുന്ന പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവിൽ നിന്ന് 1000-ലധികം കോടി രൂപ അതാ ഇപ്പം തന്നെ പല പദ്ധതികൾക്കായിട്ട് ഈ പറയുന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വിനിയോഗിച്ചു കഴിഞ്ഞു. എവിടെ നിർത്തിട്ട് വിനിയോഗിച്ചു? പൂച്ച വെറ്റ് കിടക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. പല പദ്ധതികൾക്കായിട്ട് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇനിയും ഈ പറയുന്ന പോലെ KSRTC സൗജന്യമാക്കുമ്പോഴൊക്കെ വീണ്ടും ഈ തുക KSRTCക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, 140 കോടിയോ എന്തോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം
ഈ പറയുന്ന ആശാ വർക്കർമാരെ തീർച്ചയായിട്ടും അതൊരു അന്നു മുതൽ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സമരം തന്നെയായിരുന്നു. ആ സമരത്തിൻ്റെ പിന്നിൽ ഇവിടെ UDFിൻ്റെ വ്യക്തമായ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിനവർക്ക് നൽകിയ പ്രതിഫലമായി വെറും ഒരു വാഗ്ദാനം എന്നുള്ള നിലയിൽ ഇപ്പോൾ 3000 രൂപ വർദ്ധിച്ചത് അവർക്ക് കൈ കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. അതിന് വിജ്ഞാപനം ഇറങ്ങണം, അത് പിന്നീട് സാങ്ഷനായി അതൊക്കെ കിട്ടി തുടങ്ങണം. അതൊക്കെ എപ്പോഴത്തേക്ക് പ്രാവർത്തികമാകും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് വരുന്ന കാര്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.